ശ്രീ എൻ ഷംസുദ്ദീൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, രൂക്ഷമായ ഭാഷയിലാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. അതും ഈ ക്ഷേമ പദ്ധതികൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പദ്ധതിയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പൊള്ളയായ ബജറ്റാണ്. പ്ലാൻ ബി നേരത്തെ അധികശൻ സാർ കൂടി പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇത് സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ബജറ്റ് പഠിച്ചു പോലുമല്ല അവതരിപ്പിച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ബജറ്റിനെ അങ്ങനെ തന്നെ തള്ളിക്കളയാൻ, പെർഫോം ചെയ്യില്ല എന്ന് തോന്നാൻ? അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ തള്ളിക്കളയാനുള്ള കാരണം എന്താണ്? അല്ല, ഈ ബഡ്ജറ്റ് നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പം ഞങ്ങൾ നിയമസഭയിൽ 2-2.25 മണിക്കൂർ ഇരുന്ന് ഇത് കേട്ടതാണ്. സാധാരണ നമ്മളെ ബഡ്ജറ്റിൻ്റെ ഒരു ഫോമുണ്ട്. ആ ഫോമിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ ഹെഡിലും അനുവദിച്ചിട്ടുള്ള തുക, അത് ചിലതിലൊക്കെ കാലോചിതമായൊരു പരിഷ്കാരം വരുത്തി എന്നല്ലാതെ, സ്വാഭാവികമായൊരു ഇൻക്രീസ് വരുത്തി എന്നല്ലാതെ, പിന്നെ ഇവിടെ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനമോ ഒരു ബഡ്ജറ്റ് കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകേണ്ട സാമ്പത്തിക ഉണർവോ അല്ലെങ്കിൽ പുതിയ മണ്ഡലങ്ങൾക്കും വിവിധ ജില്ലകൾക്കും കിട്ടേണ്ട പദ്ധതികളോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ സാധാരണ ബഡ്ജറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാർക്ക് ആസ്തി വികസന ഫണ്ട് 5 കോടി രൂപ വീതം, അതിനും വർഷങ്ങൾക്ക് മുമ്പ് 1 കോടി രൂപ പ്രാദേശിക വികസന ഫണ്ട്, അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ, അങ്ങനെയുള്ള ഓരോ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടനാട് പാക്കേജ്, വയനാട് പാക്കേജ്, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബഡ്ജറ്റ് നോക്കൂ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ചില ജില്ലകളിൽ, ചില പ്രദേശങ്ങളിൽ ചില സംഗതികൾ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ പെൻഷൻ, ഇടതുപക്ഷ MLA-മാർ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷം പൊതുവിൽ വിശ്വസിച്ചിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും ഈ 1600 രൂപ പെൻഷൻ എന്നത് തീരുമാനിച്ചിട്ട് കുറേ വർഷങ്ങളായി. അതിലൊരു വർധനമുണ്ടാകുമെന്നാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള വർധനമുണ്ടായിട്ടില്ല. അപ്പം ക്ഷേമ പദ്ധതികളൊന്നും പുതുതായിട്ടില്ല, പുതിയ വികസന പ്രഖ്യാപനങ്ങളില്ല. നിലവിലുള്ള സംഗതികൾ അതന്നെ പ്ലാൻ്റെ സൈസ് കുറയുന്ന വിധത്തിലാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു ക്രമീകരണം തന്നെ ഉള്ളത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമെന്ന് പറയുന്നതൊന്നും ഇപ്പോൾ കൊടുക്കാനല്ല. ഇപ്പോൾ ഇവരുടെ 2 ഗഡു ക്ഷാമബത്ത ജീവനക്കാരുടേത് PF-ൽ ലയിപ്പിക്കും. അത് PF കിട്ടുന്ന കാലത്തേ കിട്ടുള്ളൂ. 1 ഗഡു മാത്രമാണ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു കാര്യത്തിലും ഒരു നൂതനമായി ഈ സംസ്ഥാനത്തിന് ആശ്വാസമായ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചില നികുതി വർധനവിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട് താനും. അതിലേറ്റവും വളരെ മാരകമായിട്ടുള്ളത് നമ്മുടെ ഭൂനികുതി നിലവിലുള്ളതിൻ്റെ 50% വർദ്ധിപ്പിക്കുക. അത് എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ്. വേറെ ഏതൊക്കെ മേഖല ഇവർക്ക് ടാക്സ് കൂട്ടാൻ വേണ്ടി ഉണ്ടായിരുന്നു? സാധാരണ ഇങ്ങനെ ഒരു ഗവൺമെൻറ് കൈവെക്കാത്തൊരു മേഖലയാണത്. ഇപ്പോൾ കഴിഞ്ഞ തവണ കൈവച്ചത് നമുക്കറിയാം, കോടതി വ്യവഹാരങ്ങളിൽ ഈ ഫാമിലി കോർട്ടിലെ ഫീസും മറ്റുമാണ് വർദ്ധിപ്പിച്ചത്. ഏറ്റവും പാവപ്പെട്ട സ്ത്രീകൾ അവരൊരു പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഈ കുടുംബ കോടതികളെ സമീപിക്കുന്നത്. അതിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചത് അതുപോലെയുള്ള ഒരു നടപടി, അതിനേക്കാൾ മാരകമായ ഒരു നടപടി. എല്ലാ ഭൂനികുതിയും 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കോടതി നടപടികൾക്കുള്ള ഫീസ് ഇത്തവണയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെഹിക്കിൾ ടാക്സ് കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചില മേഖലകളിലൊക്കെ കാര്യമായ തോതിൽ നികുതി വർദ്ധിപ്പിച്ചെങ്കിലും ക്ഷേമ പദ്ധതികളോ വികസന പ്രവർത്തനങ്ങളോ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ കുറേ സ്വപ്നങ്ങൾ മാത്രമാണ്. കപ്പൽ നിർമ്മാണശാല വരും, അങ്ങനെ പിന്നെ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, നടക്കാതെ പോയ ഒട്ടനവധി പ്രഖ്യാപനങ്ങളുണ്ട്. അതുപോലുള്ള കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി എന്നല്ലാതെ സ്പെസിഫിക്കായിട്ട് ഇന്ന പദ്ധതി എന്ന് കൃത്യമായിട്ട് പറയാനോ ആ പദ്ധതികൾക്ക് പണം വെക്കാനോ സാധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു ആശങ്ക, അതൊക്കെ ഈ ബഡ്ജറ്റ് സാധൂകരിക്കുന്നുണ്ട്. കിഫ്ബിയെ സംബന്ധിച്ച് പറഞ്ഞു, കിഫ്ബി ഒരു ഇൻകം ജനറേഷനാക്കി മാറ്റാനാണ് പോകുന്നത്. കിഫ്ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹന ടാക്സിൻ്റെ ഒരു വിഹിതം, മറ്റ് ചില സെസ്സുകൾ, പിന്നെ അതിൻ്റെ തിരിച്ചടവ് പൊതുഫണ്ടിൽ നിന്നാണ്, നാട്ടിലെ ജനങ്ങൾ നൽകുന്ന നികുതിയാണ്. അതിൻ്റെ ഒക്കെ പുറമെ ഇനി അതിന് ടോൾ പിരിക്കാനും യൂസർ ഫീ ഉണ്ടാക്കാനുമാണ് ബഡ്ജറ്റിൽ ഒരു സൂചന നൽകിയിട്ടുള്ളത്. കിഫ്ബിയിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന്. അതൊക്കെ എത്ര അശാസ്ത്രീയമാണ്. കാരണം ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന യൂസർ ഫീ എന്നുള്ള പ്രയോഗം തന്നെ എവിടെയാണ് വരുന്നത്? അതൊക്കെ വരുന്നത് ഇപ്പോൾ വലിയ വിമാനത്താവളങ്ങളിൽ അല്ലെങ്കിൽ നിലവിൽ റോഡുകളുള്ള ഭാഗത്തേക്ക് വേറൊരു ഭാഗത്ത് കൂടി 6 വരി പാതകളൊക്കെ ഉണ്ടാക്കുമ്പോൾ, വലിയ ഹൈവേകളൊക്കെ ഉണ്ടാക്കുമ്പോൾ
അത് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം, വേഗത്തിൽ പോണവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ ചില സൗകര്യങ്ങൾ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടാകുന്ന ചില സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. അതിനൊരു യൂസർ ഫീ. അല്ലാതെ ഇപ്പോൾ ഇവിടുത്തെ കിഫ്ബി റോഡുകൾ എന്ന് പറഞ്ഞാൽ, പാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സാധാരണ നാട്ടുകാരെല്ലാവരും ഉപയോഗിക്കുന്ന പൊതുനിരത്തുകളാണ്. അത് 50 കോടിയിൽ കൂടുതലുള്ള ഒരു റോഡാണെങ്കിൽ അതിന് ടോൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പല പ്രദേശത്തും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ദിവസവും പട്ടിണി പാവങ്ങളാണ് ഇതിലൂടെ യാത്ര ചെയ്ത് വരേണ്ടത്. അപ്പോൾ കിഫ്ബിയിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനം ഇവിടെ കൃത്യമായി എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനുള്ള ഒരു അവസരം ഈ ബഡ്ജറ്റിലൂടെ ഈ ഗവൺമെന്റ് നേടിയെടുത്തിരിക്കുകയാണ്. ബാക്കി അതിന്റെ വിശദാംശങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിപ്ലവങ്ങൾ എന്ന പ്ലാനോട് കൂടിയാണ് കിഫ്ബി അവതരിപ്പിക്കപ്പെട്ടത്. കിഫ്ബി സമാഹരിക്കുന്ന ഫണ്ട് പൊതുകടത്തിന്റെ ഭാഗമായി വരും എന്ന കേന്ദ്ര തീരുമാനത്തിന് പേരിലാണ് ഇപ്പോൾ ഈ സമഗ്രമായ മാറ്റത്തിന് പദ്ധതി ഇടുന്നത്.